I started analyzing what happened, then I understood that I was the most cold person in that interview. I have nothing to worry. First interview, I was so much nervous. ഒരു സംശയമില്ല, ദാറ്റ് വാസ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്, ഫസ്റ്റ് ഇന്റർവ്യൂ. സോ എനിക്ക് നല്ലപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും എന്റെ ഫേഷ്യലും അതുപോലെ ബോഡി ലാംഗ്വേജിലും വന്നിരുന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തേർഡ് ഇന്റർവ്യൂ വാസ് ലൈക്ക് ഐ ഡോണ്ട് കെയർ. Whatever you do, I'll just come, I'll tell what I have, and then I'll go. That was my attitude actually. Because second interview, എന്റെ എല്ലാ ഹോപ്സും എക്സ്പെക്ടേഷൻസും ഡിസ്ട്രോയ് ചെയ്തത് എന്റെ സെക്കൻഡ് ഇന്റർവ്യൂ ആണ്. സെക്കൻഡ് ഇന്റർവ്യൂവിൽ ഐ സ്പോക്ക് അബൌട്ട് ബിപിൻ ചന്ദ്ര, ഐ സ്പോക്ക് അബൌട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, സോ മച്ച് ഓഫ് തിങ്സ് ഐ സ്പോക്ക് അബൌട്ട്. He asked me, at that time some controversy was going on about ബിപിൻ ചന്ദ്രാ's book. So ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ടായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട് ചെയർമാൻ wanted to know more and more. I told you that I thought like chairman is so interested in my talking, so I spoke lot and lot about Indian independence, that much, this. പക്ഷേ at that time I got an average score, not a good score or a bad score, but an average score. So second interview കഴിഞ്ഞ സമയത്ത് I know that there is, you can't say anything, like. So third interview ഞാൻ പോയ സമയത്ത് the first moment I saw the chairman, I had a previous experience, but at that moment itself I just forgot that. ഞാൻ എല്ലാം മറന്നിട്ട് ഈ പുള്ളി തന്നെയാണ് ഇരിക്കുന്നത്. പഴയ ഇന്റർവ്യൂവിന്റെ മെമ്മറീസ് ഒന്നും എന്റെ ഇന്റർവ്യൂവിലേക്ക് വരുന്നത്, എന്തെങ്കിലും ചോദിക്കട്ടെ, എനിക്ക് പറയാൻ പറഞ്ഞു പോയിട്ട് പണ്ട് നോക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഞാൻ ഇരുന്നത്. ദാറ്റ് ആറ്റിറ്റ്യൂഡ് ആക്ച്വലി സെയിം എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡിലുള്ളതുകൊണ്ടാണ് പുറകോട്ട് നോക്കിയിട്ട് ഓർക്കിഡാണോ നോക്കിയിട്ട് ആ സമയത്ത് എനിക്ക് ഓർക്കിഡ് പോയിട്ട് ഭയങ്കര സംഭവം പോലും ആ സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല. ആ സമയത്ത് എന്ത് ഓർക്കിഡ്, പക്ഷെ ആ ഓർക്കിഡ് അതിലെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ ആലോചിച്ചില്ല. I told and then I forgot it. When they asked about other questions, I just answered as usual. So basically interview is all about your confidence. അത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു പ്രസന്റേഷൻ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത്, whatever be, അത് ബോൾഡ് ആയിട്ട് പറയാ എന്നുള്ളത് മാത്രമാണ് പേഴ്സണാലിറ്റി അവർ അസസ് ചെയ്യുന്ന കാര്യം. ദിസ് ഇസ് മൈ എക്സ്പീരിയൻസ്, മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ ഈ മെയിൻസിൽ എഴുതി വെക്കുന്നത് പോലെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വളരെ എന്താ പറയാ എംഫസൈസ് ചെയ്ത് പറഞ്ഞത് കൊണ്ടൊന്നും ഇന്റർവ്യൂവിൽ മാർക്ക് കിട്ടണമെന്നില്ല. പക്ഷെ പറയുന്ന കാര്യം കോൺഫിഡന്റ് ആയിട്ട് ബോൾഡ് ആയിട്ട് ദാറ്റ് യു ആർ ടോക്കിംഗ് യുവർ സെൽഫ് എന്ന് അവർ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗുഡ്. പിന്നെ ബേസിക്കലി നമ്മൾ ഇന്റർവ്യൂവിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളെ കുറിച്ച് പഠിക്കുക. നമ്മുടെ എനിത്തിങ് ക്യാൻ ബി ആസ്ക്ഡ്. ദേ ആസ്ക്ഡ് അബൌട്ട് മൈ നെയിം, ഐ ടോൾഡ് യു. സോ അവർ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതിനകത്ത് ഡാഫിനകത്ത് ചിലപ്പോൾ വീട്ടുപേരായിരിക്കാം ചോദിക്കുന്നത്. സോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. വാട്ട് എവർ യു ഹാവ് റിട്ടൺ ഇൻ യുവർ ഡാഫ്, യു ഷുഡ് ഹാവ് എ തറോ നോളജ് അബൌട്ട് ഇറ്റ്. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങളുടെ ബർത്ത് ഇയർ ആയിരിക്കും ചോദിക്കുക. ചില സമയത്ത് പലയിടത്തും എന്റെ ബാച്ച്മേറ്റ്സിന്റെ അടുത്തൊക്കെ ആ വർഷം ജനിച്ച കുറച്ച് പ്രധാനപ്പെട്ട പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ സമയത്ത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാം. അതല്ലാതെ നമ്മൾ ആ സമയത്ത് അയ്യോ ഞാനത് നോക്കിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറയാതെ നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫൈൻ. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റിലെ ഒരു കാര്യം വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചു, ബേസിക് തിങ്സ് യു ഷുഡ് ആൻസർ. വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചു സമയത്ത് ലുക്കിയിട്ട് ഞാൻ അത്ര ഡീപ്പായിട്ട് അത് പഠിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ നോ ഫോൾട്ട് ഓഫ് ഇറ്റ്. അതുപോലെ വേറെ എന്തെങ്കിലും തിയറിറ്റിക്കൽ അല്ലെങ്കിൽ നോളജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്തും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട കുറെ കാഴ്ചപ്പാടുകളുണ്ട്. കോൺട്രവേഴ്സീസ് നടക്കുന്ന സമയത്ത് അതിൽ നമ്മുടെ ഒപ്പീനിയൻ എന്താണ്, പെർസ്പെക്ടീവ് എന്താണ്, അതിൽ നമുക്ക് യു ഷുഡ് ഹാവ് സ്റ്റാൻഡ്. വാട്ട് ഈസ് യുവർ സ്റ്റാൻഡ് ഓൺ ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യു പി എസ് എഴുതുന്ന പോലെ അവിടെയും ഇവിടെയും എഴുതിയിട്ട് പറയുന്ന രീതിയിൽ പറയരുത്. അത്രേ ഉള്ളൂ. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ പോയാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ നല്ല ലാംഗ്വേജിലും നല്ല വേർഡ്സിലൊക്കെ പക്ഷെ മെയിൻസിൽ എഴുതുന്നുണ്ടാവും. ബട്ട് when you are talking, you should have a clear stand on it.